Zechariah chapter 10. 10ാം അധ്യായത്തിന്റെ 3ാം വാക്യം അതിന്റെ And chapter 10 verse 3. Zechariah chapter 10 verse 3. ആർക്കെങ്കിലും അത് മലയാളത്തിൽ വായിക്കാം? Yes. ഓക്കെ. സൈന്യങ്ങളുടെ യഹോവ യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് തനിക്ക് പടയിൽ ഭംഗിയുള്ള തുരകങ്ങളാക്കും. എൻ്റെ അർത്ഥം ഇത്രയും ഉള്ളൂ, തനിക്ക് പടയിൽ ഭംഗിയുള്ള കുതിരകളാക്കും. തുരകം എന്ന വാക്കിന്റെ അർത്ഥം കുതിര എന്നാണ്. And it means that God will make them as a royal horse in the battlefield. ഹല്ലേലൂയ, സ്തോത്രം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും. For the Lord of hosts will visit his flock, the house of Judah. ആമേൻ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് വചനം നമ്മളെ സന്ദർശിക്കണം. And that is why I prayed that word of God should visit us. ആമേൻ. യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചിട്ട് And when the word of God visits us, ആമേൻ, അതിൽ ചിലതിനെ ദൈവം തെരഞ്ഞെടുക്കും. then God will choose some of those. ആമേൻ. തെരഞ്ഞെടുത്താൽ അതിനെ ആടായിട്ടല്ല നിർത്തുന്നത്, പടയിൽ തനിക്ക് ഭംഗിയുള്ള കുതിരകളാക്കി ദൈവം But മാറ്റും. once God chooses something from the flock, it will not be a flock anywhere. It will become a royal horse for a battlefield. ആമേൻ. ആടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉപദ്രവിക്കാൻ വരുന്നതിന് മുമ്പിൽ പ്രതികരണ ശേഷിയില്ലാതെ നമുക്ക് നിന്നു കൊടുക്കാനേ കഴിയത്തുള്ളൂ. And if we just remain a mere sheep, when the enemy comes, we can just submit to the enemy. എന്നാൽ യഹോവ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആടിനെ പോലെ ഇരുന്ന ചിലർ യുദ്ധത്തിനായി പുറപ്പെടുന്ന കുതിരയെ പോലെ ദൈവം മാറ്റും. But when God visits us, the one who is sheep, he will become a royal horse which is ready for a battlefield. ആമേൻ. ദൈവ സാന്നിധ്യം നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ ആമേൻ ഒരു പ്രത്യേകതയുണ്ട്. ശത്രു നമുക്കെതിരായി കാഹളം ഉയർത്തുമ്പോൾ നാം ഭയപ്പെടുകയില്ല. ശത്രുവിന്റെ നേരെ പോകുവാൻ ഒരു നിയോഗം നമ്മുടെ അകത്ത് കത്തിക്കൊണ്ടിരിക്കും. When we become the royal horse, there is a transformation that happens. When enemy comes us, we are not afraid or scared, but we rather challenge the enemy and we move ahead to fight it. ആമേൻ. ഇതിനകത്ത് പറയുന്ന ഒരു വാക്കിന്റെ പ്രത്യേകതയുണ്ട്. തന്റെ ജനമായ യഹൂദഗൃഹത്തെ ഞാൻ സന്ദർശിക്കും. And it is written that the God, his own flock, God will visit them. ആമേൻ. യഹൂദ എന്നുള്ള വാക്കിനെ പറ്റി നമുക്ക് പഠിക്കാം. And let's turn our attention to the word Judah. ആമേൻ. ദൈവം ആ വാക്ക് എടുത്തു പറയുകയാണ്, യഹൂദഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ ഞാൻ And why God സന്ദർശിക്കും. has to specifically take the house of Judah, for the Lord of hosts will visit his flock in the house of Judah. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. സമയമില്ലാത്തതിനാൽ ചുരുക്കമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. I just want to cut short my words. There is a wonderful scripture in the book of Genesis. നമുക്കറിയാം, ലേയ എന്ന് പറയുന്ന സഹോദരി And sister Leah. വളരെ ഔചാരിതമായിട്ടാണ് യാക്കോബിന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. And we know that she was married to Jacob in a very strange situation. ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞ ആക്സിഡന്റൽ മാരേജ് എന്നൊക്കെ വേണമെങ്കിൽ And we പറയാം. can say that it was an accidental marriage at that time. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം ഹല്ലേലൂയ, സ്തോത്രം, അപ്പന്റെ നിർബന്ധത്തിന് വഴങ്ങി യാക്കോബിന്റെ ഭാര്യയായി ആയവളാണ്. And it was not planned earlier. She just gave it to the will of his father and she became the wife of Jacob. എന്നാൽ യാക്കോബ് ആക്ച്വലി കല്യാണം കഴിക്കാൻ ഇരുന്നത്, അവൻ സ്നേഹിച്ചത് റാഹേലിനെ But ആയിരുന്നു. we know the story that Jacob actually loved Rachel and he wanted to marry her. അവൻ വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിലാണ് വിവാഹം. ആദ്യത്തെ പകൽ മുതൽ അവൾ വെറുക്കപ്പെട്ടവളായി അവൾ കണ്ടു. And even from the first day of marriage, Jacob did not love Leah as he should have been. ഭൂമിയിലുള്ള ഒരു സഹോദരിമാരും പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമായിരുന്നു അവരുടെ ജീവിതത്തിൽ And it സംഭവിച്ചത്. was something that no sister or no woman will ever like in their life that has happened in the life of Leah. ആമേൻ. ആദ്യത്തെ പകൽ ആമേൻ താൻ സ്നേഹിച്ച ഭർത്താവ് പറയുകയാണ്, എനിക്ക് ആള് മാറിപ്പോയി, ഞാൻ വിവാഹം കഴിച്ചത് റോങ് പേഴ്സണെയാണ്. Because in the first day of marriage itself, the person is saying that I was mistaken, I was not about to marry you. അവിടം കൊണ്ട് പ്രതിസന്ധി തീർന്നില്ല. ആമേൻ. തന്റെ ഭർത്താവ് സ്നേഹിക്കുന്നയാള് സ്വന്തം ഭവനത്തിൽ തന്നെ തന്റെ സഹോദരിയുമാണ്. And it's that that story does not end there. The husband loves the woman who lives in the same household. നമുക്കെല്ലാം അറിയാം, ഓരോ ടൈപ്പ് പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഈ സഹോദരിയെ പോലെ അതിദുഃഖത്തിലായപ്പോ ഒരു സഹോദരി ലോകത്തുണ്ടോ എന്ന് തോന്നുന്നില്ല. But let me tell you, there may be different kind of turmoils, but if you look at the life of Leah, the spiritual and the emotional challenges she was going through, nobody ever has gone through. ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത ഇതാണ്. ഇനി ജനിക്കുവാൻ പോലുള്ളതിനെ വരെ ആശ്വസിപ്പിക്കുന്ന വിഷയം ഇതിന്റെ
ഹൃദയത്തിന്റെ അകത്ത് കയറി And കൂടിയിട്ടുണ്ട്. that is the word of God, that even though who are not born, the word of God is still able to comfort them and satisfy them. ഈ സഹോദരിയുടെ ദുഃഖം എന്ന് പറയുന്നത് തന്റെ ദുഃഖത്തിൽ തനിക്ക് ഇറങ്ങി ഈ ഭവനത്തിൽ നിന്ന് പോകുവാൻ കഴിയില്ല. തന്റെ സ്വന്തം ഭവനമാണ്. And the problem of this Hallelujah. problem of this sister is that in her sorrow she cannot go out of her house because it is her own house. ഏത് പെൺകുട്ടികൾക്കും അറിയാം ഒരു വിഷയം അവരുടെ ഫാമിലി ലൈഫിലുണ്ടെങ്കിൽ ഓടി അപ്പന്റെ ഭവനത്തിലേക്ക് വരാം. എന്നാൽ ഇവൾക്ക് ഇറങ്ങി പോകുവാൻ ഒരു സ്ഥലമില്ല. അവളുടെ സ്വന്തം ഭവനത്തിലാണ് ഏറ്റവും വലിയ പ്രതിസന്ധി The നിൽക്കുന്നത്. situation of Leah, like if any woman has a problem, she always have her parents to look after to. But in this case, she cannot even go out of the house because she is living in that house herself. അങ്ങനെ വളരെ ദുഃഖത്തിൽ ആ കുടുംബജീവിതം നയിക്കുമ്പോൾ അവൾ അറിഞ്ഞ അവൾക്ക് തലമുറകൾ ജനിക്കുന്നില്ല. And when this thing was happening, we see that this family was such a turmoil, and there were no generation being born. അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, ദൈവമേ എനിക്കൊരു തലമുറയെ തന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ഭർത്താവിനെ And സ്നേഹിക്കുമായിരിക്കും. then this was the prayer of Leah: God, if you would have given me a child, probably my husband would have loved me. അവൻ ഒരു ചെറിയ പെൺകുട്ടിയുടെ ആഗ്രഹം പോലെ അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ ലഭിച്ചാൽ ഒരുപക്ഷെ ഭർത്താവിനെ And സ്നേഹിക്കുമായിരിക്കും. just like an innocent young woman, she prayed that maybe if I had child, maybe my husband will love me. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവൾ വെള്ളം പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ തുളുമ്പി. അവൾ ആ കുഞ്ഞിന് പേരിട്ട് ശീമയി, തുളുമ്പുന്നവൻ. And just like her God answered her prayer, and she gave the name to her child. ആമേൻ. എന്നിട്ടും താൻ ഉദ്ദേശിച്ചതുപോലെ ഭർത്താവ് തന്നെ സ്നേഹിക്കുന്നില്ല. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഒരു കുഞ്ഞിനെ കൂടെ എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ വെറുക്കപ്പെട്ടവളെന്ന് കാണുന്നു. ദൈവമേ നീ എന്നോട് കരുണ കാണണമേ എന്ന് പ്രാർത്ഥിച്ചു. And even though the first child was born, the love was not guaranteed, and she was praying, God, if you give me one more child, probably my husband will love me. രൂപേനാണ് വെള്ളം പോലെ തുളുമ്പുന്നവൻ. രണ്ടാമത്തെ കുഞ്ഞിനെ ലഭിച്ച് ശീമയി ഞാൻ വെറുക്കപ്പെട്ടവളെന്ന് കണ്ടു. And first son was Reuben, then the second one was born was Simeon. ആമേൻ. തന്റെ പ്രാർത്ഥന കുഞ്ഞിനേക്ക് ലഭിച്ചിട്ടും താൻ വ്യത്യാസമൊന്നും കാണുന്നില്ല. ആമേൻ. മൂന്നാമതൊരു കുഞ്ഞിന് വേണ്ടി അവൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ കൂടെ ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ വെറുക്കപ്പെട്ടവളായി കണ്ടതുകൊണ്ട് ഇനിയും എന്റെ ഭർത്താവിനോട് പറ്റിച്ചേരുമായിരിക്കും എന്ന് പറഞ്ഞ് ലേവി എന്ന് മൂന്നാമത്തതിന് പേരിട്ടു. And then the third child was born, and because of this son, maybe my husband will love me. She put the name Levi. ഹല്ലേലൂയ, സ്തോത്രം. മൂന്ന് അനുഭവങ്ങളാണ്. ഒന്ന് വെറുക്കപ്പെട്ടവളെന്ന് കണ്ടു, തുളുമ്പുന്നതായി കണ്ടു, ഇനി എന്നോട് പറ്റിച്ചേരുമെന്ന് ചിന്തിച്ചു. ഹല്ലേലൂയ. ഇതിൽ മൂന്നിലും അവൾക്ക് ആശ്വാസം We കണ്ടെത്തിയില്ല. see three different experiences when three children were born, but in all these experiences, she was not comforted. ആമേൻ. നാലാമതൊരു കുഞ്ഞിനെ ലഭിക്കുന്നു. അതിന് അവൾ പേരിട്ടു യഹൂദ. അതിനൊരു വലിയ അർത്ഥമുണ്ട്. And then the fourth son was born, and she gave the name Judah. അവൾ ഭർത്താവ് പറ്റിച്ചേരണമെന്ന് ആഗ്രഹിച്ചില്ല. അവൻ ഇനി എന്നെ കരുതണമെന്ന് ആഗ്രഹിച്ചില്ല. നാലാമത്തെ കുഞ്ഞിന് അവൾ പേരിട്ടപ്പോൾ ഒരു പേരിട്ടു, ഞാൻ ഇനി യഹോവയെ ആരാധിക്കും, അതുകൊണ്ട് ഞാൻ യഹൂദ എന്ന് പേരിട്ടു. And when the fourth child was born, she did not put her any name that was personal or selfish, but she put that I will praise the Lord whatever may happen. ആമേൻ. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തില്ല. And that prayer also was not answered. ഒരു വാക്കിൽ പോലും ദൈവം അവളോട് സംസാരിച്ചില്ല. And not even through a single scripture God talked to that lady. എന്നാൽ അവളുടെ ജീവിതത്തിന്റെ ഭാരം യഹോവയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇനി യഹോവയെ ആരാധിക്കുമെന്നുള്ള പേരിട്ടത് കൊണ്ട് മറ്റു ചിലത് ദൈവസന്നിധിയിൽ നടക്കുവാനിടയായി. And immediately when the Judah was born, and she decided that she will not consider her sorrows, but she will, in spite of that, she will still worship the Lord, and we can see the transformation begin. നമുക്കറിയാം, മോശയെ മിസ്രൈമിലേക്ക് അയക്കുമ്പോൾ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ട്. തന്റെ കൈ ആമേൻ ആ ഷർട്ടിനകത്തിടുമ്പോൾ ആമേൻ കുഷ്ഠമായി തീരുന്നു. കൈ എടുക്കുമ്പോൾ അത് സൗഖ്യമാകും. തനിക്കറിയാം തന്റെ കൈയോടുകൂടി യഹോവയുണ്ട്. And Moses knew that God is there with him, and God's hand is with him, and he know that when he take his hand out of his garment, the leprous hand will be healed. മോശയ്ക്കറിയാം മോശയുടെ വടിയോടുകൂടി ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. And Moses knew that through his staff, God's presence is with him. ആമേൻ. ലേയ്ക്ക് ഒരു കാര്യം അറിയാം, യഹൂദ തന്റെ മുൻപിൽ വരുമ്പോൾ അവൾ അറിയാതെ ദൈവത്തെ സ്തുതിക്കും. കാരണം അവളിട്ട പേര് ഞാൻ മറന്നു പോകാതെ യഹോവ എനിക്ക് എല്ലാ കാലത്തും സ്തുതിച്ചുകൊണ്ടിരിക്കണം. And Leah knew for sure that whenever she sees the Judah, she will unknowingly praise the Lord because God has removed all her sorrows. ആ പേര് ദൈവത്തിന് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. And that name God liked. അവളോട് നേരിട്ട് ദൈവം മറുപടി ഒന്നും പറഞ്ഞില്ല. Even though she did not get a direct answer. എന്നാൽ ആ അത്ര റിജക്റ്റഡ് ആയിട്ടുള്ള അത്ര ഭാരത്തിൽ കൂടെ കടന്നുപോയ ആമേൻ ലേയ ഇട്ട പേര് യഹോവയാകുന്ന ദൈവം പറഞ്ഞു, ആ പേര് ഞാനങ്ങ് ഏറ്റെടുക്കുകയാണ്. But because she put that name with such a pain, and that name God liked so much that God
took that name as his own. അവൻ നിന്റെ സങ്കടത്തിലിട്ട പേരിൽ ഇനി എനിക്ക് അറിയണം യഹൂദാ ഗോത്രത്തിന്റെ സിംഹമെന്ന് എനിക്ക് അറിയപ്പെടണം. നിന്റെ ദുഃഖത്തിൽ നീട്ട പേരുണ്ടല്ലോ, ഞാൻ അത് ഏറ്റെടുക്കുകയാണ്. And the name that you put in your sorrows, God takes that name and makes his own, and God will be with you. ചില പ്രാർത്ഥനയ്ക്ക് ദൈവം നമ്മളോട് ഡയറക്റ്റ് മറുപടി തരികയില്ല. Maybe some answers are not directly answered. Prayers are not directly എന്നാൽ answered. ചില പ്രാർത്ഥനകൾക്ക് ദൈവം തലമുറയായി ഒരു സിംഹത്തെ പോലെ ഈ തലമുറകൾക്ക് വേണ്ടി അവർക്ക് പരിചയമായി ഇറങ്ങി നിൽക്കും. But for some prayers, God will answer in generations and generations, and they will stand before you as a testimony of God. ഹല്ലേലൂയ. Amen. ഇന്ന് പൽക്കാലം ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞാട്ട്. And we all thank God, hallelujah, for his goodness. നിങ്ങളുടെ ചില പ്രാർത്ഥനയ്ക്ക് അവൻ ഹല്ലേലൂയ ഡയറക്റ്റ് മറുപടി തന്നില്ലെങ്കിലും, Maybe if he is not giving you a direct answer to your prayer sometimes, ഹല്ലേലൂയ, ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ട്. there is a God who listens to your prayer. ഹല്ലേലൂയ. അവൻ എന്റെ ഭർത്താവ് സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് ദൈവം ശ്രദ്ധിച്ചില്ല. And when she thought that my husband will love me, God did not bother about that. ഇനിയും എന്നോട് ഭർത്താവ് പറ്റിച്ചേരുമെന്ന് പറഞ്ഞ് അവൾ പേരിട്ടിട്ട് ദൈവം And ശ്രദ്ധിച്ചില്ല. even she put a name that now my husband will cling to me, God did not took care of that. എന്റെ ഭർത്താവിനെ വെറുക്കുന്നു എന്ന് കണ്ട് പേരിട്ടിട്ടും ദൈവം ശ്രദ്ധിച്ചില്ല. And now my husband will not hate me, but God did not take note of that name also. എന്നാൽ ദൈവം ശ്രദ്ധിച്ചൊരു വേടാണ്, ഇനി ഞാൻ ദൈവത്തെ ആരാധിക്കും. But God remembered one name, now I will worship the ആമേൻ. ഇനി Lord. ഞാൻ ദൈവത്തെ ആരാധിക്കും. Now I will worship the Lord. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും സകലതിനെ മറന്നു കളഞ്ഞിട്ട്, And whatever problems you are going through, keep it aside. നീ ദൈവത്തെ ആരാധിക്കുമെന്നൊരു If you തീരുമാനമെടുത്താൽ, can take a decision that God, I will worship you, ആമേൻ, യഹോവ നിനക്ക് തുണ നിൽക്കും. and then God will stand like a pillar with you. അതൊരു സാധാരണപ്പെട്ടവനായിട്ടല്ല തുണ നിൽക്കുന്നത്. And he is not like an ordinary person. അവൻ ഒരു ഗർജിക്കുന്ന സിംഹമായി നിന്റെ He തലമുറകൾ will be with you like a lion of Judah. ഹല്ലേലൂയ. Amen. Praise the Lord. ലേയ ഒരുപക്ഷെങ്കിൽ ഭൂമിയിൽ മരണപ്പെട്ട് മാറ്റപ്പെട്ടു പോയാലും, And maybe Leah was dead and buried now, and everyone forgot. ഹല്ലേലൂയ, അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുണ നിൽക്കുവാൻ ആരും ഇല്ലെങ്കിലും, And even though nobody is standing for her children to take side of them, യഹോവ പറയുകയാണ്, ഞാൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമാണ്. now God is saying that I will be with the tribe of Judah. യഹൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നിടത്ത് ഇറങ്ങുന്ന ഒരു അസാധാരണ ദൈവ And സാന്നിധ്യമുണ്ട്. when God says that I am the Lion of Judah, then there is an extraordinary presence of God in that statement. ആമേൻ. യഹോവയാകുന്ന ദൈവം പറയുകയാണ്, ഞാൻ ദാവീദിന്റെ വേരും യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി ഇറങ്ങി വരുന്ന ചില സമയങ്ങളുണ്ട്. And God said that I will be the inheritance of David, and there will be a time when the Lion of Judah will be manifested. ഈ സെക്കറിയ പ്രവചനത്തിലേക്ക് വരുമ്പോൾ ഇതാണ് പറയുന്നത്, അനന്തരം ഞാൻ യഹൂദാ ഗ്രഹമായ എന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിക്കും. In the book of Ezekiel, there is a prophecy that I will visit the tribe of Judah and I will take care of them. എന്നെ കേൾക്കുന്ന മാതാവേ, നീ എത്ര റിജക്റ്റഡ് ആണെങ്കിൽ, നീ എത്ര തള്ളപ്പെട്ടവളാണെങ്കിൽ, നീ എത്ര ബലഹീനതയുള്ളവളാണെങ്കിൽ, ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഭാരമുള്ള വിഷയം ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ, And my beloved mother, howsoever helpless you may feel, howsoever weak you may feel, but if you can give your burden to God today. ശത്രുക്കൾ ഉപദ്രവിക്കുന്നത് കണ്ടിട്ട്, And when she saw that enemy is torturing him, ആമേൻ, തലമുറകളെ കീഴ്പ്പെടുത്തുന്നത് കണ്ടിട്ട്, and when the generations are being subsided and they were confined, ആമേൻ, യഹോവയാകുന്ന ദൈവം അടങ്ങിയിരിക്കുകയില്ല. and God, the Lord God Almighty, will not stand quietly. വരുന്നതിന്റെ എല്ലാം ഉപദ്രവം ഏൽക്കുവാൻ നിന്റെ കുഞ്ഞിനെ ആടാക്കി അവൻ അധികം കാലം നിർത്തത്തില്ല. And God will not let your child or generation to remain just a mere sheep. ഓ, യഹോവ സന്ദർശിക്കുന്ന ഒരു സമയം വരികയാണ്. There is a time when God will visit you. യഹോവയുടെ ആത്മാവ് തൊടുന്ന ഒരു സമയം There is a time when വരികയാണ്. God's Holy Spirit will touch you. ആടിനെ പോലെ പതുകിയിരുന്ന നിന്റെ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന് വേണ്ടി And പുറപ്പെടുന്ന your ഒരു children സമയം. who are like a sheep, now they will become the royal horse ready for battlefield. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവയ്ക്ക് വേണ്ടി പടക്ക് ഞാൻ പുറപ്പെടുവിക്കും. And that is what that for God himself he will prepare them as a royal horse. നമുക്കറിയാം, ഹല്ലേലൂയ, യേഹൂ ഒരു വരവ് വരുന്നുണ്ട് ഇസബേലിന്റെ നേരെ. And there is Jehu who is coming against Jezebel. യേഹൂവിന്റെ വരവ് കണ്ടപ്പോൾ പറയുകയാണ്, ഇതാ ഒരു ഭ്രാന്തനെ പോലെ വരുന്നു. കാരണം ഒരു അസാധാരണ ദൈവ നിയോഗം യേഹൂവിന്റെ മേലുണ്ട്. When Jehu was driving his chariot, he was saying that he is coming like a madman. Who is this? ആമേൻ. അവൻ തകർക്കുവാൻ പോകുന്ന ഇസബേലിന്റെ കൊട്ടാരത്തിൽ യഹോവയ്ക്ക് അനുകൂലമായിട്ട് ഒരു വ്യക്തി ഇല്ലെങ്കിലും, And even though he is coming to destroy the house of Isabel, there is no one who stands with him. വാഗ്ദത്തമുള്ളതിനെ തകർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ കൂടെ യഹോവയുടെ പക്ഷത്ത് ആരുമില്ലെങ്കിലും, And even though who has promised, and if enemy comes against that and nobody stands
with him, even though if that is the situation. യേഹൂ വന്നൊരു ചോദ്യമുണ്ട്. And Jehu comes and asks one question. യഹോവയുടെ പക്ഷത്തുള്ളവൻ ആരുണ്ടെന്നൊരു ഒറ്റ ചോദ്യത്തിനകത്ത് who is on the അതുവരെ side of the ഇസ്രായേലിന്റെ Lord? കൂടെ നിന്നവൻ അവന്റെ ആത്മാവിലേക്ക് ദൈവവചനത്തിന്റെ തീ ഇറങ്ങി. And who is on the side of Lord? And on that side of question, the power of God works, and we see the ആ glory of God. തെളിവാതിക്കൽ നിന്ന് ആമേൻ ഈ ഇസ്രായേലിന്റെ ആമേൻ വേട് പറയുന്നത് ആമേൻ ആ ഷണ്ണൻ എടുത്ത് ആമേൻ കിളിവാതിൽ കൂടി ഇവളെ എടുത്ത് And എറിയുകയാണ്. we see that how the nukes, hallelujah, they threw the wicked queen out of the window threshold, and she died. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് ഇതിനകത്തൂടെ And there പറയുകയാണ്. is a powerful counsel that Holy Spirit gives us. നിന്റെ കുഞ്ഞിനെ വിടുവിക്കുവാൻ ആ കുഞ്ഞിന്റെ അരികിൽ ദൈവശബ്ദമായി ആരുമില്ലെങ്കിലും And even though there is no one near your child, and for him to hear the word of God, ദൈവ നിയോഗത്തിന്റെ സമയം വരുമ്പോൾ അതുവരെ നിന്റെ കുഞ്ഞിനെ തകർക്കുവാൻ നിന്നതിന്റെ അകത്തെ കത്തിച്ച് and when the time of God comes, that your child will be in that realm. ആടിനെ പോലെ ചിലതിനെ പട കുതിരയാക്കി യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വിതിൻ സെക്കൻഡിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് And തൊടും. God's Holy Spirit can transform a mere ordinary sheep into a royal host ready for battlefield. ഹല്ലേലൂയ. Amen. ആമേൻ. ഇതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ യഹൂദാ ഗ്രഹത്തിൽ നിന്ന് ആമേൻ ഞാൻ പടവില്ല് വരുത്തും. And from the house of Judah I will create this royal house. യഹൂദാ ഗ്രഹത്തിൽ നിന്ന് ഞാൻ അധിപതികളെ വരുത്തും. And I will bring the people of authorities from that household. ആമേൻ. ഇതാണ് ഒരു പാവം പിടിച്ച ഒരു സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി. തലമുറകൾക്ക് ശേഷം ഇതാ ആമേൻ ദൈവം ശക്തിയോടെ And this is നിവർത്തിക്കുകയാണ്. the power of an ordinary simple prayer that a sister prayed hundreds of years back, that God prepares an army through that generation. Praise God. നമുക്ക് പ്രാർത്ഥിക്കാം. And we'll pray. ഹല്ലേലൂയ. Praise the Lord. നിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു ദൈവം. There is a God who listens to your prayers very carefully. I want all of you to close your eyes. വ്യക്തിപരമായി തൊടാൻ പോകുന്ന ഒരു സമയമാണ്. This counsel is going to touch many of you. ആമേൻ. നിന്റെ കുഞ്ഞുങ്ങൾ എത്ര ശത്രുവിന്റെ പിടിയിലിരുന്നാലും പുറത്തിറക്കുന്ന ഒരു സമയമുണ്ട്. Even though your children are in the clutches of enemy today, God will bring them out. ഒരാടിനെ പോലെ ബലഹീനപ്പെട്ടിരുന്നാലും അതിനെ കുതിരയാക്കുന്ന ഒരു And ദൈവത്തിന്റെ even ശക്തി though they are വരുന്നുണ്ട്. weak and helpless like a sheep, God will make them the royal host. ഹല്ലേലൂയ. അവൻ നമുക്ക് തലമുറയായി നമ്മുടെ സങ്കേതമാണ്. And our God is a generation, and generation is our stronghold. നീ എത്രത്തോളം നിന്ദിക്കപ്പെട്ടെന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. And God does not care how much people have ashamed you. എത്രത്തോളം താഴ്ന്നു പോയെന്നുള്ള ദൈവത്തിന് വിഷയമല്ല. And it doesn't matter how much you have been despised by the people of the world. ഹല്ലേലൂയ. നിന്നെ സ്നേഹിക്കേണ്ടവർ നിന്നെ സ്നേഹിക്കാതെ തള്ളിക്കളഞ്ഞപ്പോഴും ഹല്ലേലൂയ നിന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. And even though those who were supposed to love you, they rejected you, there is God who loves you. വാസ്തവത്തിൽ ഈ ലേക്ക് എന്താണ് യാക്കോബിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം? Exactly what is the relationship Leah have with the household of Jacob? ഒരു ചെറിയ ബന്ധമുള്ള വാഗ്ദത്തമുള്ളവന്റെ വിവാഹത്തിലേക്കൊന്ന് കൂടിയത് മാത്രമേ ഉള്ളൂ ലേയുടെ ബന്ധം. There is only just a small promise that she just was a person who attended the wedding of the person who has promised. ആക്സിഡന്റലി ആണെങ്കിലും, Even though it was an accidental marriage, വളരെ പ്രതീക്ഷിക്കാത്ത സമയത്താണെങ്കിലും, even though it was an unexpected time, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള ഒരു യാക്കോബിന്റെ ജീവിതത്തിലേക്ക് അവൾ വിവാഹത്തിൽ കൂടെ ഒന്ന് കണക്റ്റഡ് ആയതേ ഉള്ളൂ. യഹോവ ഓർത്തവളെ അനുഗ്രഹിച്ചു. and God remembered that even though it was an accidental marriage and an accidental reunion. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാല ലോക സ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തുവേശുവിൽ നമ്മളെ കണ്ട പിതാവാകുന്ന And let ദൈവം me remind you that Lord through Jesus Christ has seen us before the foundation of this world. ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മുടെ പാപം കടുംചുവപ്പായിരുന്നിട്ടും അത് ഹിമം പോലെ യേശുവിന്റെ രക്തത്താൽ വെളിക്കപ്പെടുന്നത് കണ്ടൊരു ദൈവം. And there is a God who before the foundation of the world he saw that even though our sins were like scarlet red, he will wash them like pure as wool. നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നത് ആക്സിഡന്റലി അല്ല, ദൈവത്തിന്റെ മുൻ നിശ്ചയമായിരുന്നു. We are not here by an accidental appointment. God has chosen and appointed us to come here നാം today. രക്ഷിക്കപ്പെടുവാൻ ഇടയായത് ആക്സിഡന്റലി അല്ല, അത്യുന്നതനാകുന്ന ദൈവത്തിന്റെ അസാധാരണ ഹെവൻലി ആൻഡ് ഡിവൈൻ ഇൻവിറ്റേഷൻ ആയിരുന്നു. We are not saved by accident. It was heavenly appointed time, and God has saved us for a purpose. അതിനൊരു വലിയ യാഗം നടന്നു ഭൂമിയിൽ. And there was a great sacrifice done for ദൈവം that. തന്നെ താൻ തന്നെ യാഗമായി തീർന്നു. And God has to become a sacrifice for you and താൻ me. തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മാറി. God became our remission. ആ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ ജീവിതത്തിൽ And പ്രാപിച്ചത്. because of that, we all are chosen in the presence of God. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. Let me remind you, there is answers to your prayer, my beloved child of God. പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. And God is going to give answers to your prayer. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇതിന്റെ അകത്ത് ശക്തമായ ചില
ദൂതുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. And there is a mighty counsel of God that God is giving to each one of us this morning time. നിനക്കൊരു തലമുറ വേണമെന്ന് ആഗ്രഹിച്ചാൽ ഈ പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു If you are praying വരികയാണ്. for a generation in your life, the work of God is going to be revealed in your life if you believe. ദൈവത്തിന്റെ വചനം കാരാഗ്രഹത്തെ മാത്രമല്ല തുറക്കുന്നു, ദൈവത്തിന്റെ വചനം അടഞ്ഞ ഗർഭപാത്രത്തെ And തുറക്കുവാൻ the word of God ശക്തനാണ്. just does not open the prison doors, it can open the closed wombs also. ദൈവത്തിന്റെ വചനത്തിന് പവറുണ്ട്. And there is power in the word of God. ഒരു ലേയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആ സമയത്ത് കൊടുക്കാതെ ലേയം മരിച്ച് മണ്ണിലക അമർന്നു പോയിട്ടും തലമുറയോളം ഓർത്ത് ഇടപെട്ട ഒരു ദൈവം ഇന്ന് പൽക്കാലം നിന്നെ ഓർക്കുന്ന സമയമാണ്. Let me remind you, even though Leah could not see the answers to her prayer when she was alive, for generations and generations, God has taken care of her prayers. God is blessing and God will bless you as well. ആമേൻ പറഞ്ഞാട്ട് വചനമേ എന്നെ ഒന്ന് തൊട്ടാട്ടെ. And can you pray, God, let നിങ്ങൾ your word തൊട്ടാട്ടെ, touch വചനം me. നിങ്ങൾ തൊടും. And when you pray, the word of God will വചനം touch നിങ്ങളുടെ you. അരികിൽ വരും. And the word of God will come to you. അവൻ ദൈവവചനത്തിന് മുറിക്കുവാൻ കഴിയാത്ത ഒരു And ചെങ്ങലകളില്ല. there is no bondage that cannot be broken or cut with the word of God. പകൽക്കാലം ഏറ്റെടുത്ത കർത്താവേ ഈ വചനത്തെ കൊണ്ട് ഞാൻ പോവുകയാണ്. And claim that scripture in your heart and tell God, ഓ, I ഈ go back with വചനത്തെ your ഞാൻ word. കെട്ടിപ്പിടിച്ചുകൊണ്ട് പോവുകയാണ്. And God, I cling to your word and go back. ഞാൻ ഈ ആലയത്തിലേക്ക് അതിന്റെ മറുപടിയുമായി ഞാൻ വരും. And God, I will come back to your house with the answers to my prayer one day. ഹല്ലേലൂയ. സംസാരിക്കുന്നവന്റെ ബലമല്ല, ദൈവത്തിന്റെ വചനത്തിന് It's not ദൈവത്തോളം the power of the ശക്തിയുണ്ട്. person who is speaking, but it is the word of God that has the power which God has given. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ ലേയെ പോലെ തകർക്കപ്പെട്ടവൾ ഈ ഭൂമിയിൽ ഉണ്ടാകണം. As I reminded, there is no woman who was more broken than Leah. എല്ലാ തകർച്ചകളിൽ നിന്നും മറന്നു പോയിട്ട് And every brokenness was removed. ആമേൻ. ഇതിനാണ് നമുക്ക് വചനം തന്നിരിക്കുന്നത്. That is why the word of God has been given to us. കർത്താവ് ഇത്രത്തോളം റിജക്റ്റഡ് ആയ വിവാഹ ജീവിതത്തിൽ നിരാശ അനുഭവിച്ചു പോയ ഒരു ലേയെ ദൈവം ഓർത്തെങ്കിൽ, And if God has remembered Leah, who has been rejected by many, whose life was so miserable, ആമേൻ, യഹോവയാകുന്ന ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്. and there is God who said some promise like this. ഞാൻ യഹൂദാ ഗോത്രത്തിന്റെ സിംഹമായി വെളിപ്പെട്ടു And I will become the Lion of Judah and I will be revealed in the world. നീ ഇന്ന് രാത്രി ഈ പകൽക്കാലം വെളിപ്പാടിൽ കാണും നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ സിംഹമായി വെളിപ്പെട്ടു And you will see in the revelation that God will be revealed for your generations in the days ahead. ആമേൻ. നമ്മുടെ ദൈവം സർവ്വ ത്രികാല ജ്ഞാനിയാണ്. And our God is all-knowing God. ആമേൻ. നമുക്ക് അടുത്ത നിമിഷത്തെ പറ്റി അറിയുകയില്ല. We don't know our next moment. എന്നാൽ നമ്മുടെ ദൈവം സകലത്തെ അറിയുന്നവനാണ് സംസാരിക്കുന്നത്. But our God knows everything beforehand, and that's why He speaks. ആമേൻ. ലേയ്ക്ക് വലിയ കാര്യങ്ങളൊന്നും അറിയുകയില്ല. Leah did not know many great things. ലേ ഒരു സാധാരണ പെൺകുട്ടിയെ പോലെ വളരെ ദുഃഖത്തിൽ പോയവളാണ്. And just like an ordinary woman, she was going through all these miseries. അവൾ പലതവണ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതാണ്. And she expected so many good things in her life. എല്ലാം അവൾ മറന്നിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തി, ഞാൻ ഇനി യഹോവയെ But she forgot ആരാധിക്കും. everything, and one day she decided, I will praise my God whatsoever may happen. അവൾ ഒരു നിയമം ഒരു ഉടമ്പടിയായിരുന്നു ദൈവത്തോട്. And she made a covenant with God. God, my situations will not bring down my worship. ഈ യഹൂദ അവിടെ മുൻപിൽ എതിലെ ഓടിപ്പോയാലും അവൾക്ക് ഈ ഉടമ്പടി ഓർമ്മ And വരും. whenever Judah used to run past him, she used to remember this promise. ഞാൻ യഹോവയെ ആരാധിക്കും. I will worship the Lord. തൽക്കാലം ഒരു ഉടമ്പടി ചെയ്താട്ട്. And let us make a covenant with our God ഓ today. ഗ്ലോറി. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അവൻ വെളിപ്പെടുമ്പോൾ ദൈവത്തെ മറന്നു പോകുവാനല്ല, ഞാൻ യഹോവയെ ആരാധിക്കും. And when God reveals Himself and answers your prayer, you will not forget the God, but you will continue to worship the Lord. Amen. Praise the ഓ Lord. ചില തീരുമാനങ്ങൾ എടുത്താട്ട് കർത്താവേ, Let's take some decisions in the ഇന്നെന്റെ presence of പ്രാർത്ഥന God. ഞാൻ കണ്ടില്ലെങ്കിലോ God, even അതിന്റെ though you don't മറുപടി see my എന്റെ answers to the ഭവനത്തിൽ prayer, വരുമ്പോൾ and when you come back with the answers to those prayers, ഞാൻ ഇടപെടാതെ ദൈവത്തെ I will ആരാധിക്കും. worship you without ഞാൻ ceasing. ഇടപെടാതെ ദൈവത്തിന് മഹത്വം And I കൊടുക്കും. will give you glory without ceasing. പരിശുദ്ധ പിതാവേ, അയച്ച വചനത്തിനായി സ്തോത്രം. God, I thank you for the word that you've given us. കർത്താവ് ഈ പകൽക്കാലം ചില ക്രിയകൾ ചെയ്തതിനായി സ്തോത്രം. God, I thank you for your doing something marvelous this morning time. എല്ലാ മഹത്വം അവിടുത്തേക്ക് യേശുവിൻ നാമത്തിൽ. Let all glory be given to you. In the name of Jesus we pray. Amen. 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 വളരെ ചുരുക്കിയ സമയം